പരിശുദ്ധമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോസാന. ദൈവമായ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൗന്യം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചോളണമേ. ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. അബ്രഹാമിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിലുള്ളവരെ പാർപ്പിക്കണമേ. വന്നവരും മരിക്കുന്നവരും മരിച്ചുപോയവരെ അനുകൂലമാക്കുന്നവരുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് ഗ്രഹിക്കുമാറാകണമേ. ആമേൻ. യേശുമിശിഹാ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. ഞങ്ങൾ പാപികളാകുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള ദൈവമേ നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. ദൈവമേ ബലഹീനരായ ഞങ്ങളുടെ സഹായത്തിൽ നിന്ന് ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കരുണയുണ്ടായി ഞങ്ങളുടെ യാതനകൾ നൽകണമേ. ആമേൻ. കർത്താവേ കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയച്ചരുളണമേ. നിൻ അറയുന്നലിവും അനുഗ്രഹവും ഞാൻ നിൻ മുന്നിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങിലതിൽ
അതിക്രമമുണർവിൽ ചെയ്യാതെ കാക്കണമേ നാഥ കൃപയാൽ. നിദ്രയിൽ ഞാൻ പാപം ചെയ്യിൽ നിൻ കൃപമോചനമരുളണമേ. വെളിമേഴും നിൻ കുരിശിനെയോർത്തേകണമടിയന് സുഖനിദ്ര. മായാരൂപ കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്കാം. സ്വച്ഛന്തമുറങ്ങും നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായ്വാൻ നീരാവിൽ കാക്കണമെന്നെ. എന്റെ ക്രമശേഷം കാപ്പാനേകുക വെളിവിൻ ദൂതരനീ. നിന്നെ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ ഞാൻ. ആശ്വാസത്തോടുറങ്ങുമെനീക്കാവുക നിൻ രക്തം കാവൽ. ഈ നിൻ സദൃശമതാം സൃഷ്ടി കേകണമേ നീ സ്വാതന്ത്ര്യം. നിൻ കൈവേലയതാം മീമേ നിന്റെ വലം കൈമേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണ കോട്ടവളഞ്ഞെന്നെ. നെയ്തുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നൽധൂപം പോൽ എന്റെ ഉറക്കം തിരുമുൻപിൽ. നിൻ മാതൃപ്രാർത്ഥനയാലിൽ ശയ്യയ്ക്കണേരുതേ ദുഷ്ടൻ. സാത്താൻ എന്നെ കൊല്ലായ്വാൻ തിരുബലി അവന് വിലക്കണമേ. നിൻ വാക്കെന്നിൽ നിവർത്തിക്കാ നിൻ കുരിശന്നുയർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. നീതി എഴുന്നൊരു രാവുമെനിക്കേകണമേ നൽ സങ്കേതം. വെളിവാം മിശിഹാ രക്ഷക നീ വെളിവിൽ തന്നെ നിൻ വാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിവിൽ വസിക്കുന്ന ലോകത്തിൽ രക്ഷകനാമീശോ സ്തോത്രം. ഇതുപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിലുണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നോ. സ്തോത്രം മാലാഖകൾ ശുശ്രൂഷിച്ചിറയർ വന്നിപ്പവനെ. പ്രാർത്ഥന കേൾക്കീറയുടെയും മാലാഖകളുടെയും നാഥ. ത്രിത്വൈകത്വമേകത്വം ത്രിത്വമായി സ്ഥിതി ചെയ്യും പിതൃസുത പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ. പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. പ്രിയേലായിസോൻ, പ്രിയേലായിസോൻ, പ്രിയേലായിസോൻ. പരിശുദ്ധനായ ഭാവാതമ്പുരാനെ, നിന്റെ പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രനമ്പുരാനെ, നിന്റെ ജയമുള്ള സ്നേഹത്താൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പരിശുദ്ധനായ ഭാവാതമ്പുരാനെ, ഞങ്ങളെ നിന്റെ തിരുവാസനമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. വാരിക്കുമോർ അത്യുന്നതന്റെ മറയിലിരിക്കുന്നവൻ ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നു. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ആ ദൈവം എന്റെ ശരണവും സങ്കേത സ്ഥലവും എന്ന് കർത്താവിനെക്കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധതയുടെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തൊഴിലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റുമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും മധ്യാഹ്നത്തിൽ വീശുന്ന കൊടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല. നിന്റെ ഭാഗത്തായിരങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. എങ്കിലും അവനെതിരെ അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും. എന്തെന്നാൽ തന്റെ ശ്വാസസ്ഥലം ഉയരങ്ങളിലാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ
അവൻ നിന്നെ കുറിച്ച് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഉണ്ടാകാതിരിക്കുവാൻ തങ്ങളുടെ ഭുജങ്ങളിൽ അവർ നിന്നെ വഹിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷാവനെ ഞാൻ കാണിക്കും. ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുയർത്തും. എന്നെ സഹായിക്കുന്നവൻ എവിടെയെന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകളാൽ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലതുകൈ കൊണ്ട് നിനക്ക് നിഴലിടാം. പകൽ സൂര്യനോ രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെയും ഇത് മുതലെന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ കരുണയും ചിറകളുടെ നിഴലിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനേ, നിന്റെ കരുണയാൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ, സമാധാനപൂർണമായ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടകളും പാപങ്ങളും നീ പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാദുഷ്ടനിൽ നിന്നും എന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആളുകളെയും നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ ആശ്രയിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് രക്ഷയെ നീ നൽകണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയുമാത്രമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനും നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ. ഞങ്ങളുടെ പാപങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുകയും പ്രാർത്ഥനയുമായി
സകലത്തെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശം പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവാനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധവായിൽ നിന്നും ദൈവമാതാവായ മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേറി തന്റെ വലത്തുവാതിരിക്കുന്നവരും ജീവനുള്ളവരെ മരിച്ചവരെ വിളിപ്പാൻ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകമായ ശിഷ്യാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നബിയന്മാരും ശിഷ്യന്മാരും വാർത്ത സംസാരിച്ചവരുമായി ജീവനുള്ള വിശുദ്ധിയുള്ളതായ റൂഹായും ഏകവും വിശുദ്ധമായ സഭയിൽ വിശ്വസിച്ചിരുന്നു. അവബോധത്തിനുള്ള മാമോദീസ മാത്രമേ മനുഷ്യരും വരുവാനിരിക്കുന്ന ലോകത്തിലെ നിന്നാൾ സ്തുതിയുടെ രാജമകൾ ഹാലേ ലൂയ്യായോ ഹാലേ ലൂയ്യ നിൻവലഭാഗേ രാജ ഭാമിനിയും ഭക്തർമുകഴ്ച ഭാജനമേ നിന്നുസുതൻ തൃക്കരങ്ങളിൽ അലിവാദം മക്കളവേറ്റണം വാഴ്വായി തീരണമേ മറിയാമിന്നോർമാം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ കാരീശോ ദൈവാമിന്നായി പരിമളധൂപജലുൾ വായുവിലുയരുന്നു മുറിയോറാവി മോറാനീശോ കുരിശും നിൻ നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ വർദ്ധിക്കുമവർക്ക് ദൃഷ്ടി പുഷ്ടികളും ശുഭോല ബോൽ ബ്രോൽ റൂഹോ കാദീശോ ഒരു ബോലിങ്ങും മോർ സെബസ്ത്യാനോസ് ഉദഗണമേ നിൻ പ്രാർത്ഥനമേ നോമേ ബഹുമാനി പ്രാർത്ഥനയിൻ സമയമീതല്ലോ
സെബസ്ത്യാനോസ് പതിവേൻപാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്കാം ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ നാടുകളെ മോശെ പോത്ര കൈവാഴ്ത്തേണം പാറിക്കുമോ ബോലാബോൽ ബ്രോവൽ റൂഹോ കാദീശോ നിന്നെ വാരിച്ചൊരുതാനും മാർസബസ്ത്യാനോസ് നിന്നോമേ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിക്കുന്ന നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും ഒരേയോരാകെ വലയിലുവാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ അടികളെയും തൻ കോപത്തിൽ അടികളെയും പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും നമ്മുടെ ഇടവക സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവരായ എല്ലാവരെയും പ്രത്യേകമായി അനുസ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ദേശത്തുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ മൃതിയടഞ്ഞായവരെയും ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാളുകളോ ഹല്ലേലൂയ, പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ബോലാബോൽ ബ്രോവൽ റൂഹോ കാദീശോ മനോരം മാതാമലോരം ഉൽമീനാമേ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനേൻ ജീവാസരമരുണമേ അവരെ നമ്പറുതി സഹായിക്കായി ജീവൻ ഏവർക്കും നൽകുന്ന കബറുകളിൽ നീന്തി അവരോട് എഴുന്നേറ്റു ചെയ്തിടുന്നു പാറയ്ക്കുമോ എന്റെ ശരീരം പോകാനാവിടാൻ എന്നും അവൻ ജീവിപ്പാൻ എന്നെ തൊട്ടു മരിച്ചതു ഞാൻ എന്നും മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്താരാം സത്യവാനായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മകളൊക്കെ എന്നും ദോഷങ്ങളൊക്കെ എന്നും തിരുവപ്പെട്ട മനസ്സിൽ നിന്നും വേശ്യദോഷത്തിൽ നിന്നും എല്ലാവിധ ശത്രുക്കളെന്നും പഞ്ചരയുള്ള സ്നേഹരിൽ നിന്നും പിശാചിയുടെ പരീക്ഷയിൽ നിന്നും ദുഷ്ടമേറ്റയുടെ തിന്മകളിൽ നിന്നും അശുദ്ധ വികാരങ്ങളും മ്ലേച്ഛമായ മോഹങ്ങളിൽ നിന്നും പൈശാചി വിചാരങ്ങളിൽ നിന്നും തിന്മകരമായ സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട കെണികളിൽ നിന്നും വൃദ്ധവചനങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും മുദ്രിക്കേണ്ട കടങ്ങളിൽ നിന്നും വിനോദത്തോടുള്ള സ്ഥലപരീക്ഷകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ. ക്രോധത്തിന്റെ ശിക്ഷകളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും മിന്നലുകളിൽ നിന്നും വെടികളിൽ നിന്നും വസന്തകളിൽ നിന്നും കഠിന പീഡകളിൽ നിന്നും നരകത്തിൽ നിന്നും
ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ക്ഷാമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും പരിപരമായ എല്ലാറ്റിൽ നിന്നും അസഹ്യമായ ശിക്ഷകളെ നിന്നും നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും നിങ്ങൾ ഞങ്ങളെ സ്ഥലത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പ്രിയലായിസോൻ 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 ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ തിരുവള്ളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ സ്തുതി പാലിക്കുമോ. ദൈവമേ നിനക്ക് സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നിങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമാകിയ നിനക്ക് സ്തോത്രം. ദൈവമേ നിങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമാകിയ നിനക്ക് സ്തോത്രം. ദൈവമേ നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും പരിപാലിക്കുന്നതിനുമാകിയ നിനക്ക് സ്തോത്രം. വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് സ്വയം വെളിപ്പിക്കുന്നതിനാലും അതിന്റെ മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാലും നിനക്ക് സ്തോത്രം. ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. നിന്റെ വിശുദ്ധമാതൃകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം. നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായി സ്തോത്രം. എല്ലാ സഹായങ്ങൾക്കും വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, ചാച്ചകാർ, ഗുരുക്കന്മാർ, സ്നേഹിതർ, ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ളവർ എന്നിവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും സർവാധികാരികളെയും സർവ്വജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സകല ജനങ്ങളെയും നിന്റെ സത്യത്തിലേക്കും രക്ഷയിലേക്കും മാറ്റിക്കണമേ. ഞങ്ങളെ അകത്തോലിക്ക സഹോദരങ്ങളെ അനുസരണത്തിലേക്കും തിരിച്ചുവിട ഐക്യത്തിലേക്കും തിരിച്ചു വരുത്തണമേ. ലോകമാകെയുള്ള നിന്റെ തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്കായെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരനായ അബൂന്മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും സത്യവിശ്വാസിയായ എപ്പിസ്കോപ്പമാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭദ്രാസനങ്ങളെയും കുടുംബങ്ങളെയും ശിശുക്കളെയും വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസിനികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശിതരെയും പ്രദേശവാസികളെയും അനാഥരെയും ഭവനരഹിതരെയും തൊഴിലെതിരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെടുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സകലജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. എന്നീ ദിവസം ഞങ്ങൾ ചെയ്തുപോയ കുറ്റങ്ങളും പാപങ്ങളും ദൈവത്തോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിലും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ സൃഷ്ടായുസ്സിനെയും ഞങ്ങളെ തന്നെയും തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ. പിതാവാദിയുമേ നിന്റെ സ്നേഹവും പുത്രനാദിയുമേ നിന്റെ കൃപയും പരിശുദ്ധാത്മാവാദിയുമേ നിന്റെ സംസർഗവും ആവാസവും ഇന്നും എന്നും ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. വിശുദ്ധ മാതാവേ രാത്രിയിലും വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ രാത്രി ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്നുള്ള സകലമായ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ധന്യൻ മാറിവാനിയോസ് മെത്രാപ്പൊലീത്തായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന എല്ലാവരും ഏറ്റുകൊണ്ട്. പിതാവാദിയമേ അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ
കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാപ്പെടണമേ, രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പകുതികളും തരണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വികാരിയച്ഛൻ വന്ദനായ തോമസ് ക്രിസ്തുമന്ദിരമച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കുരിശടിയിൽ ഇപ്പോൾ നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അയ്യൻവല്ലി കല്ലിച്ചാൽ ഇടവകളുടെ വികാരിയായി ഞാൻ ചുമതല ഏറ്റെടുത്തിട്ട് 3 വർഷങ്ങൾ ഏകദേശം പൂർത്തിയാവുകയാണ്. ഈ കാലയളവിൽ നിരവധി തവണ ഈ കുരിശടിയുടെ മുൻപിലൂടെ കടന്നു പോകുന്നതിനും ഇതൊരു അനുഗ്രഹകരമായ ഇടമാണ്, സ്ഥലമാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. വളരെ തെളിച്ചമുള്ള ഒരിടം, ദൈവാനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന ഒരു കുരിശടി, ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷം. തീർച്ചയായും ഈ കുരിശടി ഇവിടെ ഉള്ളത് ഈ ദേശത്തിന് വലിയ അനുഗ്രഹമാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഒരു ദേശത്തിന്റെ വലിയ അനുഗ്രഹമാണ് ദേവാലയങ്ങളും ഇതുപോലെയുള്ള കുരിശടികളും. നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. മനോഹരമായ അമ്പലങ്ങൾ, മോസ്കുകൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇവയെല്ലാം നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ കുറച്ചു നാള് ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള കുരിശടികളോ അമ്പലങ്ങളോ ഒന്നുമില്ലാത്ത പ്രദേശത്ത് താമസിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് ഉള്ള പ്രത്യേകത, അവർക്കാർക്കും ഒരു സന്തോഷം ഉള്ളവരായി തോന്നിയിട്ടുണ്ട്. എല്ലാവരും
വളരെ ദുഃഖിതരായി മ്ലാനാവതനരായി റോഡുകളിലൂടെയൊക്കെ പോകുന്നത് കാണാനിടയായിട്ടുണ്ട്. എന്നാൽ കുരിശടികൾ, ദേവാലയങ്ങൾ ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശത്തുകൂടി നാം സഞ്ചരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നാം ജീവിക്കുമ്പോൾ ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കഴിഞ്ഞു കൂടുന്നതും കാണുവാനും ഇടയായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശം അനുഗ്രഹീതമായ ഒരിടമാണ്. ദേവാലയങ്ങളാൽ സമ്പന്നമായ, വിവിധ മതങ്ങളിലാണെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കുന്ന ജനസമൂഹമുള്ള ഒരു പ്രദേശമാണ് എന്നതിന് സംശയമില്ല. ഞാനും ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ ഈ കുരിശടി കാണുകയും ഇവിടെ വാഹനത്തിലിരുന്നുകൊണ്ടാണെങ്കിലും ശിരസ് നമിക്കുന്നതിനും ഒട്ടനവധി തവണ അവസരമുണ്ടായിട്ടുണ്ട്. ഈ കുരിശടിയുടെ മറ്റൊരു പ്രത്യേകത, ഒരുപക്ഷെ ബത്തേരി രൂപതയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഏക കുരിശടി ഇതാണ് എന്ന് ഞാൻ കരുതുകയാണ്. വേറെ ഒരു പള്ളിയിലും ഇങ്ങനെ ഒരു സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന കുരിശടി കാണുവാനിടയായിട്ടുണ്ട്. ഈ കുടിയേറ്റ പ്രദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കുരിശടി ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത ഏവർക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഉദ്ദേശശുദ്ധി ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. മാനന്തവാടി രൂപതയിൽ ഒട്ടനവധി ദേവാലയങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ധാരാളം ദേവാലയങ്ങൾ മാനന്തവാടി രൂപതയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഈ രൂപത ഒരു കുടിയേറ്റ മേഖലയിലെ രൂപതയാണ്. വിസ്തൃതമായ തലശ്ശേരി അതിരൂപത വിഭജിച്ച് മാനന്തവാടി രൂപത 1973 രൂപം കൊള്ളുമ്പോഴും അതിനു മുൻപും അനേക ദേവാലയങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ ഇവിടെ സ്ഥാപിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം കുടിയേറ്റ ജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാകുവാനായി അവരെ നേരിടുന്ന പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കുന്നതിനായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഈ കുരിശടിയും ഇവിടെ സ്ഥാപിതമാകുമ്പോൾ നമ്മുടെ പൂർവപിതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ കുരിശടി എല്ലാവർക്കും പകർച്ചവ്യാധികളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനുള്ള ഒരു അഭയകേന്ദ്രമായി മാറണം. ഈ പ്രദേശം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്താൽ ദൈവാനുഗ്രഹപ്രദമായി മാറണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരനുഗ്രഹമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ കുരിശടി, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലം ഇതിനുവേണ്ടി പ്രത്യേകമായി വിട്ടു നൽകിയിട്ടുള്ള വ്യക്തികളെ, പ്രത്യേകമായി ആ കുടുംബത്തെ പ്രത്യേകമായി നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഇവിടെ കയറി വന്ന് തിരികൾ കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിലെ കടന്നു പോകുമ്പോൾ ഈ കുരിശടിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എല്ലാ മതസ്ഥർക്കും, അതുപോലെ ഈ പ്രദേശത്തെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഇടവകങ്ങളെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും അവർക്ക് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് വിവിധ അവസരങ്ങളിൽ ഇവിടെ വചന പ്രഘോഷണങ്ങൾ നടന്നിട്ടുണ്ടാകുവാൻ ഇടയുണ്ട്. തീർച്ചയായും
എല്ലാ വർഷവും നടക്കുന്ന പെരുന്നാളുകൾക്ക് വചനപ്രഘോഷണം നൽകുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ കടന്നുപോവുക സാധ്യമല്ല. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു എങ്കിലും മാതാപിതാക്കന്മാരും സെബസ്ത്യാനോസും ഇറ്റലിയിലെ മിലാനിൽ വന്ന് താമസിക്കുകയും അവിടെ കുടിയേറ്റക്കാരായി ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടാണ്. വിശുദ്ധ ഗീവർഗീസ് സഹത ജീവിച്ച ഏതാണ്ട് അതേ കാലഘട്ടത്തിലാണ് വിശുദ്ധ സെബസ്ത്യാനോസും ജീവിക്കുവാൻ ഇടയായത്. അങ്ങനെ മിലാനിൽ വളർന്ന് വന്ന സെബസ്ത്യാനോസ് സൈനിക സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും രാജാവിന്റെ പ്രഗത്ഭനായ ഒരു സൈന്യാധിപനായി മാറുകയും ചെയ്തു. അങ്ങനെ സൈനിക സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുവാനും ആ വിശ്വാസത്തിൽ വളരുവാനുമുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയുണ്ട്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറിവുണ്ടാവും. വളരെ നിഷ്ഠൂരമായ നടപടികളിലൂടെ മതമർദ്ദനം നടത്തി ക്രൈസ്തവരെ പീഡിപ്പിച്ച് കൊന്ന റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെയാണ് വിശുദ്ധ ഗീവർഗീസ് സഹതായും രക്തസാക്ഷിയായി മാറിയത്. ഒരു നാട്ടുരാജാവിന്റെ സൈനിക സേവകനായി സൈന്യാധിപനായി ഒക്കെ ശുശ്രൂഷ ചെയ്ത പ്രഗത്ഭനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി യുദ്ധത്തിന്റെ അവസാനം പിടിച്ചുകൊണ്ടുപോവുകയും എന്നാൽ അദ്ദേഹത്തിന്റെ സൈനിക നടപടികളിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ആരോഗ്യവും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈന്യത്തിന്റെ ചുമതല വഹിക്കുന്ന ഉന്നതമായ ഒരു തലത്തിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസിന് പ്രതിഷ്ഠിക്കപ്പെടാൻ അവസരം നൽകി. അപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈനിക സേവനം നടത്തി സൈന്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സൈന്യാധിപൻ തന്നെ ചക്രവർത്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള അറിവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്കുണ്ടായി. എന്താണ് രാജ്യത്തിന്റെ ഇഷ്ടത്തിനും ചക്രവർത്തിയുടെ ആഗ്രഹത്തിനും വിരുദ്ധമായിട്ടുള്ള ആ പ്രവൃത്തി? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ സൈന്യാധിപൻ എന്ന് ഡയോക്ലീഷ്യൻ അറിഞ്ഞു. അത് രാജ്യത്തിന്റെയും ചക്രവർത്തിയുടെയും അഭീഷ്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം റോമ നിയമമനുസരിച്ച് റോമിന്റെ ഭരണാധികാരിയായ ചക്രവർത്തി തന്നെയാണ് ആ സാമ്രാജ്യത്തിന്റെ ദൈവവും. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ദൈവമായി തന്നെ അംഗീകരിക്കാത്ത, രാജ്യത്തിന്റെ ദൈവമായി തന്നെ അംഗീകരിക്കാതെ തന്റെ സൈന്യാധിപനായി സെബസ്ത്യാനോസ് തുടരുന്നു എന്നുള്ളത് വളരെയേറെ അസ്വസ്ഥത ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്കുണ്ടാക്കി. അദ്ദേഹം സെബസ്ത്യാനോസിനോട് വിവിധ അവസരങ്ങളിൽ ചർച്ചകൾ നടത്തി, ഭീഷണികൾ നടത്തി, അതുപോലെ അദ്ദേഹത്തെ അനേകം സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചു. പക്ഷേ തന്റെ കുടുംബത്തിൽ നിന്ന് പൈതൃകമായി തനിക്ക് ലഭിച്ച വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വിട്ട് സൈനിക സേവനത്തിന്റെയോ അല്ലെങ്കിൽ ചക്രവർത്തി നൽകുന്ന വലിയ ബഹുമതികളുടെയോ ഒന്നും പിന്നാലെ പോകുവാൻ സെബസ്ത്യാനോസ് കൂട്ടാക്കിയില്ല.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുവാനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചു. തന്റെ സൈന്യത്തിലെ മറ്റ് പ്രഗത്ഭന്മാരെ വിളിച്ച് സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുന്നതിനായി കൽപ്പന പുറപ്പെടുവിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഛായാചിത്രത്തിലും അതുപോലെ തിരുസ്വരൂപത്തിലും ഒരു മരത്തിന്റെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സെബസ്ത്യാനോസിനെ സൈന്യം പിടിച്ചുകെട്ടി ഒരു മരത്തിൽ ബന്ധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നേർക്ക് നിരവധി അമ്പുകൾ എയ്യുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു കാണുമെന്ന് കരുതി അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അമ്പേറ്റ് അവശനിലയിലായി രക്തം വാർന്നൊഴുകിയ സെബസ്ത്യാനോസ് ആ മരത്തിൽ ബന്ധിതനായി കിടക്കുമ്പോൾ അവിടെ കടന്നു വന്ന ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ മനുഷ്യൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് കാണുകയാണ്. അവനെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വളരെയേറെ അവശനായ സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച ഐറിൻ അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും സംരക്ഷിക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തുടർന്ന് തന്റെ ജീവിതം നയിക്കുകയും ചെയ്യും. വീണ്ടും ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഈ വിവരം അറിയുകയും തന്റെ സൈന്യം സെബസ്ത്യാനോസിനെ വധിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ വേറൊരു വിഭാഗം സൈന്യത്തെ ഗദ കൊണ്ട് അടിച്ച് സെബസ്ത്യാനോസിനെ വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ സൈന്യം സെബസ്ത്യാനോസിനെ വീണ്ടും ബന്ധനസ്ഥനാക്കുകയും അദ്ദേഹത്തെ ഗദ കൊണ്ടടിച്ച് ഒരു അഴുക്കുചാലിൽ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു. ആ അഴുക്കുചാലിൽ കിടന്ന് പ്രാണൻ വെടിഞ്ഞ സെബസ്ത്യാനോസിനെ ലുസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ മാന്യമായി ക്രിസ്തീയമായ രീതിയിൽ തന്നെ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ സംസ്കാരശേഷം ആളുകൾ, വിശ്വാസികൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പതിവായി. അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പരിമളം ആ പ്രദേശത്തെങ്ങും പരന്നു. ആ കബറിങ്കിലേക്ക്, ആ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിലേക്കും ദേവാലയ പരിസരത്തേക്കും ആളുകൾ വിശ്വാസപൂർവം ഓടിയെത്തുവാനായി ആരംഭിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു വിശുദ്ധൻ എന്ന നിലയിൽ തന്റെ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് സമാശ്വാസമായി തീർന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. അനേകർ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നുമൊക്കെ വിമുക്തരായി. ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം പിന്നീട് യൂറോപ്യന്മാർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിനായി തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വരുമ്പോൾ കൊച്ചിക്കടുത്ത് കപ്പൽ മുങ്ങുകയും അവിടെ നിന്ന് ആ തിരുസ്വരൂപം ആർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെയുള്ള മുക്കുവരായിട്ടുള്ള ആളുകളൊക്കെ അതീവ വിശ്വാസത്തോടുകൂടി അവിടെ ഒരു ചാപ്പൽ ഉണ്ടാക്കുകയും ആ ദേവാലയം ഇന്ന് വെളുത്തച്ഛന്റെ ദേവാലയം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു യൂറോപ്യൻ ആയതുകൊണ്ട് വെളുത്ത വിശുദ്ധൻ എന്ന് അന്നാട്ടുകാർ വിളിക്കുകയും ആർത്തുങ്കൽ പള്ളിയിൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പും അതുപോലെ അദ്ദേഹത്തിന്റെ തിരുസ്വരൂപവും വണങ്ങുന്നതിനും ഇടയായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആർത്തുങ്കൽ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്തിന്റെ ഏറ്റവും കേന്ദ്രമായി
നിലകൊള്ളുകയാണ്. അവിടെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആലപ്പുഴ പ്രദേശത്തും ഒരു ദേവാലയം ഇന്ന് വളർന്നു വരികയും വളരെ പ്രത്യേകമായി ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികൾ ക്രൈസ്തവരോട് ചേർന്ന് ആ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസ് വളരെ ആദരവോടുകൂടി വണങ്ങപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. 2 തവണ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വളരെ പ്രത്യേകമായി അമ്പേറ്റ് അവശ നിലയിലായി മരണത്തെ മുഖാമുഖം കണ്ട സെബസ്ത്യാനോസ് എന്തുകൊണ്ടാണ് വീണ്ടും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുൻപിലേക്ക് നയിക്കപ്പെടുവാനും തന്റെ വിശ്വാസം വീണ്ടും പ്രഖ്യാപിച്ച് ഗത കൊണ്ടുള്ള മരണത്തിന് തന്നെ ഏൽപ്പിക്കുവാനും ഇടയായി. ഒരിക്കൽ മരണവക്രത്തിൽ പെട്ടിട്ടുള്ള മനുഷ്യൻ പിന്നീട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടി അകലുവാനാണ് സാധ്യത. മരണത്തെ മുഖാമുഖം കണ്ട് കഠിനമായ പീഡകൾ ഏറ്റുവാങ്ങിയ സെബസ്ത്യാനോസിനെ ഐറിൻ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം ഡയോക്ലീഷ്യന്റെ മുൻപിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചിരിക്കാം, നീ ഇപ്പോഴും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ ചക്രവർത്തിയായ എനിക്ക് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ഈ രാജ്യത്തിന്റെ ദൈവമായി അംഗീകരിച്ച് തുടർന്നും സൈനിക സേവനം നിർവഹിച്ചുകൊണ്ടും അതുപോലെ ബഹുമതികൾ സ്വീകരിച്ചുകൊണ്ടും ജീവിക്കുവാൻ തയ്യാറാകുന്നു എന്ന്. ആ ചോദ്യത്തിന്റെയും പ്രലോഭനത്തിന്റെയും ഒന്നും മുന്നിൽ പതറാതെ യേശുക്രിസ്തുവിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അവൻ മാത്രമാണ് ലോകത്തിന്റെ ഏക രക്ഷിതാവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും മരണത്തിനെ ഏൽപ്പിക്കപ്പെടുകയും ആ മരണത്തിന്റെ കാസ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന് സാധ്യമായതും എന്തുകൊണ്ടാണ്? ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും, ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളെക്കാളും, ഈ ലോകത്തിലെ എല്ലാ ബഹുമതികളെക്കാളും ഉപരിയായി സെബസ്ത്യാനോസ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിൽ ദൈവമായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് തന്റെ ജീവൻ നിത്യതയിൽ കണ്ടെത്തുവാനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് തന്റെ ജീവിതം സമർപ്പിച്ചത്. എത്രയോ കഠിനമായിട്ടുള്ള ഒരു വഴിത്താരയിലൂടെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് കടന്നുപോയിട്ടുണ്ടാവുക. ലോകത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല. എന്നാൽ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം മാറ്റുരയ്ക്കപ്പെട്ട് നോക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ ഏത് മതവിശ്വാസിയായാലും ഈശ്വര വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സംഗതികൾ കടന്നു വരികയും ചെയ്യുമ്പോൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മൂല്യവത്തായിട്ടുള്ള ജീവിതം നയിക്കുവാനും നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മിൽ ഒരു ഉറച്ച തീരുമാനം രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അത് എന്നെ കൊന്നാലും എനിക്ക് ഏതു തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല, ഞാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് മാതൃകയാകുന്നത് ഇപ്രകാരമാണ്. ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും, ഏത് പ്രതികൂലമായിട്ടുള്ള
ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും നാം പതറുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് ആവശ്യമാണ്. രക്തസാക്ഷികളുടെ നിണം വീണ് കുതിർന്ന മണ്ണിലാണ് ക്രിസ്തീയ വിശ്വാസവും ദൈവവിശ്വാസവും ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഫ്രീ ഗിഫ്റ്റായിട്ട് ആർക്കും കിട്ടുന്നതല്ല ക്രിസ്തീയ വിശ്വാസമോ അല്ലെങ്കിൽ ദൈവവിശ്വാസമോ. ആരും വെറുതെ കൊണ്ട് തരുന്നതല്ല. നമ്മുടെ പൂർവികർ വളരെയേറെ വില കൊടുത്ത് സംരക്ഷിച്ച ഒന്നാണ് ദൈവവിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും. അപ്പോൾ അതിനുവേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി അഹോരാത്രം യത്നിച്ചിട്ടുള്ള, ജീവൻ വരെ ബലിയർപ്പിച്ചിട്ടുള്ള ഒരു പൂർവികരുടെ നിര നമുക്കുണ്ട്. അവരുടെ മാതൃകയാണ് നമുക്ക് സ്വീകരിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ഈ കുടിയേറ്റ പ്രദേശത്ത് കടന്നു വന്ന നമ്മുടെ പൂർവികർ ഒരേത് മതസ്ഥരായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവരായിക്കൊള്ളട്ടെ, ആരും ഈ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം വെറുതെ സ്വീകരിച്ചവരല്ല. അവരുടെ ഈ പ്രദേശത്തുള്ള ത്യാഗപൂർണമായ ജീവിതത്തിന് മുതൽക്കൂട്ടായി സ്വീകരിച്ചതും അവരുടെ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ച ആ വിശ്വാസം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ചവരുമാണ്. അപ്പോൾ ആ മൂല്യം നമുക്കും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് നല്ല ഒരു സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ, അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ക്രിസ്തീയ സാക്ഷ്യം നൽകിക്കൊണ്ട് കടന്നു പോകുവാൻ, മറ്റിതര മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികവാദം വളർന്നു വരുന്ന, നിരീശ്വരവാദം വളർന്നു വരുന്ന, ജീവിതത്തിൽ സുഖ ലാഭേച്ഛകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഈശ്വരവിശ്വാസത്തിന്, ദൈവവിശ്വാസത്തിന് ഇന്നും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ദൈവവിശ്വാസികളായി പുനഃപ്രതിഷ്ഠിക്കുവാൻ, സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതി ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ നിലവിളക്കൊക്കെ കൊളുത്തി വെക്കുന്ന പതിവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ വളരെയേറെ മനോഹരമാക്കിയിരുന്ന ഒന്ന് നമ്മുടെ വീടുകളുടെ മുൻപിൽ തെളിയിക്കപ്പെട്ടിരുന്ന നിലവിളക്കുകളും മെഴുകുതിരികളും ഒക്കെയാണ്. ഇവിടെ ഈ കുരിശടിയിലും ഇന്ന് മെഴുകുതിരികൾ കത്തി നിൽക്കുമ്പോൾ അതെല്ലാം നമ്മെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് യേശുക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിച്ച് വളരെയേറെ ധന്യനായി ഈ ലോകത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ക്രിസ്തീയ വിശ്വാസം പിഞ്ചെന്ന്, ദൈവവിശ്വാസം പിഞ്ചെന്ന് അനുഗ്രഹീതനായി സ്വർഗത്തിൽ വിരാജിക്കുന്നത് പോലെ നമുക്കും ദൈവവിശ്വാസികളായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി ഈ ലോകത്തിന് അനുഗ്രഹമുള്ളവരായി മാറുവാനും, നമ്മുടെ ഈ പ്രദേശത്ത് പരസ്പരം സ്നേഹിച്ചും സമാധാനത്തിനും ഐക്യത്തിനും വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഒരു മാതൃകയാക്കുവാൻ കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശമായി പരിണമിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ ചുറ്റും കൂടി നിന്ന ആളുകളോട് കരുണ കാണിച്ചു എന്ന് പല അവസരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം ആർക്ക് ഇരിക്കാൻ സീറ്റുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേയായ ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് കരുണ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രസംഗം ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രസക്തിയില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് നമ്മോട് കൂടുതൽ കരുണ കാണിക്കുവാൻ ഇനിയും ഇടയാകട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി അനേകം അനുഗ്രഹങ്ങൾ ഈ കുരിശടിയിൽ നിന്നും സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുരിശടിയും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളും
ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളായി സ്രോതസ്സുകളായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയും ഐക്യവും കൂടുതൽ ശക്തിപ്പെടുവാൻ ഇങ്ങനെയുള്ള കൂടിവരവുകൾ സഹായകമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളോടൊപ്പം ഈ മണിക്കൂറിൽ ആയിരിക്കുവാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരച്ചനോടുള്ള നന്ദി ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ച് വളർന്നവരാണ്. അച്ഛൻ്റെ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായി ഒരു സെമിനാരി വിദ്യാർത്ഥി എന്ന നിലയിൽ കടന്നു പോകുന്നത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ്റെ സഹോദരന്റെയും അതുപോലെ പ്രിയപ്പെട്ട മാതാവിന്റെയും ഒക്കെ അനുസ്മരണ ശുശ്രൂഷകൾ നടത്തി. ഇന്ന് രാവിലെയാണ് അച്ഛൻ കടന്നു വന്നത്. അവരെയൊക്കെ എനിക്ക് അറിവുള്ളവരാണ്. ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അച്ഛൻ്റെ പിതാവ് മരണപ്പെട്ടത്. അതുപോലെ ആ കുടുംബത്തോടുള്ള വലിയ സ്നേഹവും ആ കുടുംബത്തിന് വൈദികരോടും പരിശുദ്ധ സഭയോടുമൊക്കെയുള്ള വലിയ തീക്ഷ്ണമായ സ്നേഹവും പ്രതിബദ്ധതയുമാണ് നമുക്ക് ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരം അച്ഛൻ ഈ ബത്തേരി രൂപതയിൽ കടന്നുവന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കിയത്. അച്ഛൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ പ്രത്യേകമായി അനുഗ്രഹീതമായി തീരട്ടെ, കൂടുതൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ രണ്ട് ഇടവുകൾക്കും നമ്മുടെ രൂപതയിൽ പ്രത്യേകമായും അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സുവിശേഷ ശുശ്രൂഷയാണ്. നമ്മുടെ രൂപതയിൽ നടക്കുന്ന വിവിധ സുവിശേഷ പ്രവർത്തനങ്ങളെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് യൂട്യൂബ് വഴി കാണുവാനിടയാക്കുന്ന ഈ സംപ്രേഷണ പരിപാടി അതും ഏറ്റവും അനുഗ്രഹീതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അച്ഛന് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ ഇത്രയധികം സിസ്റ്റേഴ്സ് ഒരു പെരുന്നാളിന് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഇവിടെ എന്നെ ശ്രവിച്ചുകൊണ്ട് ക്ഷമാപൂർവ്വം ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടവാംഗങ്ങൾക്കും ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടവേള സെക്രട്ടറി ശ്രീ ജിനുവിനെ പ്രത്യേകം ക്ഷണിക്കണം. വന്യവൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, നമ്പ്യാർകുന്ന സെന്റ് ജോർജ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിന്റെയും അതിലേറെ അനുഗ്രഹത്തിന്റേതുമായ നിമിഷങ്ങളിലൂടെ ഇറങ്ങിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഔപചാരികതയുടെ പേരിലുള്ള നന്ദിയുടെ ഒരുപറ്റം വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. ഈ തിരുനാളാഘോഷത്തിന് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ലൊരു വചനപ്രഘോഷണം നടത്തിയ ലൂക്കോസ് പള്ളിപ്പടിഞ്ഞേറ്റതിൽ അച്ഛന് ഇവിടെ കൂടിയ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും അതുപോലെ തന്നെ നമ്പ്യാർകുന്ന ഇടവക കൂട്ടായ്മയുടെ പേരിലുമുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാന്യനായ വികാരിയച്ഛൻ തോമസ് ക്രിസ്തുമന്ദിരം അച്ഛനും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ തിരുനാൾ ആഘോഷത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള DM സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ചീരാല് പഴൂര് മഠങ്ങളിലുള്ള സിസ്റ്റേഴ്സും ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നീട് ഇവിടെ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നേർച്ച ഭക്ഷണത്തിന് അരിയായും ഇറച്ചിയായും ഒക്കെ സഹകരിച്ച ഇടവകങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
അതുപോലെ തന്നെ നേർച്ച ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ജോണി ചേട്ടൻ മേലത്തേതിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിക്കാരും മാതൃസമാജത്തെ അമ്മമാരും എല്ലാവരും ചേർന്നുകൊണ്ട് വളരെ ത്യാഗപൂർണമായ ശുശ്രൂഷ നിർവഹിച്ചു. അവർക്കും ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ തിരുനാൾ ആഘോഷം മനോഹരമാക്കുന്നതിന് വേണ്ടി സൗണ്ട് സിസ്റ്റം ലൈറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജോയി പുത്തമ്പുരയിലാണ്. ഇടവകയുടെ സ്വന്തം ജോയിക്ക് ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഈ കുരിശടി നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് തന്നിട്ടുള്ളത് ആന്റണി മാളക്കാരൻ കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ തിരുനാൾ ആഘോഷത്തിന് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ ഈ പ്രദേശവാസികൾക്ക് മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ സഹായിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആർക്കെങ്കിലും നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ ഉദ്യമത്തിൽ നിന്നും വിരമിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങൾ മരിച്ചവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനം കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ആമേൻ. യജമാനൻ വരുമന്നേര യജമാനൻ വരുമന്നേര തുണർവുള്ളോരായിട്ട് മുന്തിരിത്തോപ്പിൽ പണിയായി കാണുന്നോരോധന്യരാം പകലെല്ലാം തൻ കൂടി പണിതോ പരിഗമിച്ചിടും തനിരുത്തം വീശിക്കാൻ പരിഗമിക്കും സുതൻ പാറകളിത മുടയും ഓരോ മുടി. ചൂടും മകുടത്തിൽ വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർഭോനയിൽ ജനിച്ചവനെ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർഭോനയിൽ ജനിച്ചവനെ. പാപങ്ങൾ ഞങ്ങൾക്കു സ്വർഗ്ഗരാജ്യം
അന്തരെ അന്തർ നയിക്കുന്ന വീതിയിൽ അഗ്നിജ്വാലയായി ജ്വലിച്ചവനെ, അന്തരെ അന്തർ നയിക്കുന്ന വീതിയിൽ അഗ്നിശാലയായി ജ്വലിച്ചവനെ, രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനെ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനെ, ആദിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനെ, അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാൻ അമ്പുകൾ കൊണ്ടുപിടഞ്ഞവനെ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ, പാപികൾ ഞങ്ങൾ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ. Me and